കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരിക്കൽ കൂടി ഈ പുതുവത്സരത്തിൽ ഒരു ചെറിയ പ്രാർത്ഥന കൂട്ടമായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നമുക്ക് ലഭിച്ച കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പുതുവത്സരത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങളും സമാധാനവും ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നാം ഇപ്പോൾ വായിച്ചു കേട്ട സാം 17 കൂടെ ദാവീദ് നമ്മൾക്ക് ഈ പുതുവർഷത്തിന് നൽകുന്ന സന്ദേശം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവാം ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ. So this prayer is a prayer by David for his final salvation. Hence our message will begin and end with salvation that is achieved through a prayerful life. David's first appeal here is in verse 1 to 6 is based on righteousness. And David's second appeal is against his heartless, ruthless enemies from verse 7 to 12. And the third appeal is from verse 13 to 15 for a direct divine intervention. So when we come to verse 1 and 2, David presenting a just cause for a fair ruling in God's court. He is focusing on the word here. Here a just cause, O Lord, attend my cry. Unlike Job when he claimed he is sinless all the way through, David is focusing, he has sinned. But his sin doesn't deserve his present suffering, as his heart is right and is always in the Lord. So how did God knew his heart? God has tested David during his dark time. ഈ രാത്രിയുടെ മധ്യത്തിൽ കാണാൻ വയ്യാത്ത സാധനത്തെ സർവഗ്രാഹിയായ ദൈവം ഡേവിഡിന്റെ ഹൃദയത്തെ പരിശോധിച്ചു. അത് ദൈവസന്നിധിയിലാണെന്ന് ദൈവത്തിന് ബോധ്യം വന്നു. കാരണം ഈ ഡേവിഡ് ഈ ശൗൽ രാജാവിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്നപ്പം ഡേവിഡിന് 2 പ്രാവശ്യം ശൗലിനെ കൊല്ലായിരുന്നു. എന്നാൽ തൻ്റെ യഹോവയുടെ അഭിഷക്തന്റെ മേൽ ഞാൻ കൈവയ്ക്കുകയില്ലെന്നും പറഞ്ഞ് ഡേവിഡ് മാറി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഈ എനിമീസിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാകുന്നു. So he is praying and crying to God for a just solution. Like David, our God will be with us during our dark times because he is a faithful God who is unchanging. So dear friend, what we need to do this year, it is more applies to me than നിങ്ങളെല്ലാം prayer വാരിയറായിട്ടിരിക്കുമ്പോൾ we must improve our prayer life. As Jesus asked, നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇടവിടാതെ പ്രാർത്ഥിക്കണം. ലൂക്ക് 11 കർത്താവ് നമ്മളെ ലോർഡ്സ് പ്രേയർ പഠിപ്പിച്ചു. നമ്മളത് എപ്പോഴും പറയണമെന്ന് പറഞ്ഞു. ലൂക്ക് 18 നോക്കുമ്പം ഒരു വിധവ ഇടവിടാതെ അപ്പീൽ ചെയ്ത ഒരു വിധവ എഗൻസ്റ്റ് ആൻ അൺജസ്റ്റ് ജഡ്ജ്, ഒടുവിൽ അവിടെ തുടർച്ചയുള്ള അപേക്ഷ കൊണ്ട് അവിടെ കാര്യം സാധിച്ചു കിട്ടി. അപ്പോൾ അപ്പോസ്തലൻ പൗൽ നമ്മളോട് 1 തെസ്സലോനിക്കർ 5:16 തൊട്ട് പറയുന്നത് എല്ലാറ്റിലും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇതല്ലോ ക്രിസ്തുവേശുവിലുള്ള നമ്മുടെ ദൈവത്തിന്റെ ഹിതം.
So while praying, we must keep our heart right in the Lord, as He commanded us to do, so that the God of peace will sanctify and preserve our spirit, soul, and body. നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും perfectly blameless at the coming of our Lord Jesus Christ, as our God who called us is always faithful. So here David is seeking the most important part of the prayer life. He is seeking for God's ear. അവന്റെ ചെവി എങ്കിലേക്ക് ചായിച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കണം, for us to get any result from our prayer. So what we need to do, അവന്റെ ചെവി നമ്മളിലേക്ക് ചായ്ക്കാൻ വേണ്ടി 1 യോഹന്നാൻ 5:14-15 നമ്മളോട് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇൻ ഫുൾ കോൺഫിഡൻസ്, പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ആസ് പെർ ദ വിൽ ഫോർ, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. നാം ദൈവത്തിന്റെ ഹിതം നമ്മൾക്ക് എങ്ങനെ അറിയാം? ഇറ്റ് ഈസ് ഹിഡൻ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൽ മറഞ്ഞിരിക്കുന്ന, തന്റെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യം നമുക്ക് വെളിപ്പെടുത്തി തരും. അത് കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ അതാണ് ദൈവഹിതത്തിൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടാൽ അന്ന് തീർച്ചയായിട്ടും മറുപടി ലഭിക്കും. So how we need to do the prayer? So for that, what God wants us to do, when Solomon has dedicated his temple and asked for God's presence, the God advised him in 2 Chronicles 7-14. He is saying that my people who was called by my name, humble yourself, kneel and pray. Seek my face and stay away from your wicked ways. Then I will hear your prayer from heaven. I will forgive your sin and heal the nation. And let us look a little more detail into it. So here God is demanding us, if we are approaching God, we have to be humble. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, we have to humble in front of God. ഈ ഹംബിൾ എന്ന് പറയുന്ന എന്നാ, നമ്മൾ തല കുനിച്ച് കൈകൂപ്പി ശബ്ദമില്ലാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്നതാണ് ഹംബിൾ. That may be part of it. പക്ഷെങ്കില് നമ്മൾ ഈ സ്വർഗത്തിലേക്ക്, ഉയരത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുയർത്തുമ്പോൾ ആദ്യം നമ്മൾ അകത്തോട്ട് നോക്കണം. We must look inward into our heart. Is there any wicked ways in our heart? നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് വല്ല വൈരാഗ്യമോ പൈശന്യമോ കുശുമ്പോ അൺഫോർഗീവ്നെസ്സോ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ചെവി അടങ്ങിയിരിക്കും. അതുകൊണ്ട് first is the humbling experience. If we want shortly what is the humbling experience, ask Apostle Paul as he advised Philippians in Philippians 2:3 പറയുന്നത്, നിങ്ങൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ അല്ല, പിന്നെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. നിങ്ങൾ സ്വന്തം ഗുണം മാത്രമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം. അതിനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
That is the humbling experience from our side. God is expecting us. And then God is telling us this humbling experience should come into our families. Why? When looking at Joshua, തൻ്റെ പൂർവീകര് ബിംബാരാധന ചെയ്ത് ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ യോശുവ 24:15 പറയുന്നത്, For me and my household will serve the Lord. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതാണ് ഭവനത്തിൽ നടക്കേണ്ടത്. അത് എന്തുകൊണ്ട് ഭവനത്തിൽ നടക്കണം എന്ന് നമ്മൾ നടത്തേണ്ട ആവശ്യം എന്നാണ്? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. നമ്മളെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം അങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ കാരണം എന്നാണ്? At the cool of the day, he wanted to spend his time daily with him in conversation, in chit-chatting. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ദൈവം ഇന്നും നമ്മളോട് ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. He wants to spend time with us. So, അപ്പൊ നമ്മെ സൃഷ്ടിച്ച ദൈവം ഒരു കാര്യം മാത്രം ചെയ്തു. ഈ തന്നെ ആരാധിക്കുന്നത് ഫോഴ്സ്ഡ് ആയിട്ടൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല. താൻ കാണിച്ച സ്നേഹം പോലെ മനസ്സിലാക്കി സ്നേഹിക്കണം. അതുപോലെ he created us with a free will. So, പക്ഷേ ദൈവം ഒരു കാര്യം ചെയ്തു. ഈ ഫ്രീ വില്ലിൽ മനുഷ്യനെ വിടുമ്പോൾ ചിലപ്പോൾ അവൻ തെറ്റിപ്പോയെന്നിരിക്കും. അതുകൊണ്ട് before we were created and even the world was created, Father and Son made a decision. If എൻ്റെ ഈ സൃഷ്ടി നഷ്ടപ്പെടുകയാണെങ്കിൽ ആ പുത്രൻ അവർക്ക് വേണ്ടി വരുമെന്നുള്ള തീരുമാനം 1 Corinthians 2:8 പോൾ പറയുന്നത് പോലെ ദൈവം എടുത്തതാണ്. അന്നേരം ഇത് തന്നെ നമ്മളും ചിന്തിക്കണം. നമ്മൾ നമ്മളുടെ മക്കളെ ഈ ലോകത്തിലേക്ക് വരുത്തുമ്പോൾ we are taking a risk. We know that God knew them when they were formed in their mother's womb. But we have a responsibility to bring them and train them. ബാലനും ബാലികയും നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുക. കാരണം അവർ ദൈവത്തെയും മാതാപിതാക്കളെയും താഴ്മയോട് ബഹുമാനിക്കുന്നതും റെസ്പെക്ട് ചെയ്യുന്നവരുമായിട്ട് വളരണം. അതിന് കാരണം എന്നാ? അവർക്ക് നന്മയും ദീർഘായുസ്സും ലഭിക്കണമെങ്കിൽ. എന്നാൽ ഈ നമ്മൾ ദൈവത്തോട് ചെയ്തതുപോലെ ചിലപ്പോൾ നമ്മുടെ മക്കൾ വഴിതെറ്റി പോയിരുന്നിരിക്കാം. അപ്പൊ ഒരു ചാട്ടാവടി എടുത്തുകൊണ്ട് ഞാൻ അടിച്ചേലെ നടന്നില്ലെങ്കിൽ ഞാൻ നടന്നേലെ അടിക്കുമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ അപ്പോഴും അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലമായിട്ടെടുത്ത് ആ പ്രോഡിഗൽ സണ്ണിലെ അപ്പൻ ചെയ്തതുപോലെ അവരുടെ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നു വന്നാൽ അവരെ ആശ്ലേഷിക്കണം. That is the humbling thing in the family. Then this humbling should happen in our prayer group. നമ്മൾ ഈ സൂം ഓൺ ചെയ്തിട്ട് അത് നമ്മുടെ ഹൃദയം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി, അല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങൾക്കായിട്ട് സമയം ചെലവഴിച്ച് ഈ പ്രാർത്ഥനയ്ക്ക് കൂട്ടിയിട്ട് യാതൊന്നും സാധിക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ഒരു മാനസരായി ഒരേ ആത്മാവിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആ ഹംബ്ലിംഗ് എക്സ്പീരിയൻസിൽ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും, അവിടെ പ്രവർത്തിക്കും. അടുത്തത് ഈ ഹംബ്ലിംഗ് എക്സ്പീരിയൻസ് ഹാസ് ടു കം ഇൻ ടു അവർ ചർച്ച്. നമ്മൾ ആ ദൈവത്തെ ആരാധിക്കാൻ പള്ളിയിൽ കൂടുമ്പോൾ
അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ആരാധനയ്ക്ക് പോയാല് യേശു ക്രിസ്തു അവിടെ വരികയോ ഈ ചെവി കേൾക്കാൻ അവർ ചെവി ചായ്ക്കാനോ ചെയ്യാനുള്ള ചാൻസ് ഇല്ലെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു മാനസരായി ഒരേ ആത്മാവിൽ അവിടെയും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ദൈവസന്നിധിയിൽ കർത്താവിന്റെ ശരീരവും രക്തവും കൈക്കൊള്ളാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. നമ്മൾ ഒരു യൂണിറ്റി ഒരേ മാനസരായിട്ട് അവിടെ പോകണം. കാരണം 1 കൊരിന്ത്യർ 11:27 തൊട്ട് പൗലോസ് നമ്മളോട് പറയുന്നത്, ഈ കർത്താവിന്റെ ശരീരം നമ്മൾ എടുക്കുന്ന നമ്മുടെ കർത്താവിന്റെ രക്തത്തിൽ കൂടി നമ്മുടെ പാപങ്ങൾക്ക് മോചനം തന്ന് നമുക്ക് രക്ഷ ലഭിക്കും. എന്നാൽ കർത്താവിന്റെ ശരീരത്തിൽ കൂടെയാണ് നമുക്ക് സന്തോഷവും സമാധാനവും സൗഖ്യവും സമ്പാദ്യവും സംതൃപ്തിയും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ശരീരത്തെ നമ്മൾ അനന്യമായി കൈക്കൊണ്ടാൽ അത് നമുക്ക് സൗഖ്യത്തിന് പകരം ദീനത്തിന് കാരണമാക്കി ഇവൻ മരണത്തിനും കാരണമാകുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. So we must learn to do this humbling experience before we start preaching about it. So after this humbling experience, we must kneel and pray. പ്രിയ സ്നേഹിതരെ, നമ്മൾ പുറകോട്ട് ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലായാലും ലോകമെട്ടുക്കുമായാലും റിവൈവലും ട്രാൻസ്ഫോർമേഷനും നടന്നിട്ടുള്ളത് they are all bent knee, kneeling and praying to God. Thereafter, when we approach God, we must confess our sin in penitence and faith, then start looking up unto the God and seek his face. So seeking God's face means we are agreeing with God's command, and we are agreeing he who has created us, and we are the sheep of his pastures. So we are agreeing that we will follow his command. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ he will hear our prayer, forgive our sins, and heal our sickness or our nation or whatever we need healing. So here David is saying, after the year, most important thing David wants is God's eyes. God has, our eyes are very important. We need to see. God has protected our eyes in the protruding bony cages so that it is not damaged. So David is asking, and we also should ask God, we become the apple of God's eye. ദൈവത്തിന്റെ കണ്ണിൽ ഉണ്ണികളായ മക്കളായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്, അത് ദൈവം ചെയ്യുമ്പോൾ നാം എന്താകുന്നു, അതിന് ദൈവം അങ്ങനെ വെക്കുമ്പോൾ നാം എന്താകുന്നു ചെയ്യുന്നത്? We have to approach God in full faith to receive that നമ്മൾ ദൈവത്തിന്റെ കണ്ണിലുണ്ണിനെ ആകണമെന്ന്. In return, what we need to do, അവങ്കലേക്ക് നമ്മുടെ കണ്ണുകൊണ്ട് അവങ്കലേക്ക് നോക്കിയവർ അവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ഞിച്ചു പോയതുമില്ല. അപ്പോൾ ഈ കണ്ണുകൊണ്ട് നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ യാത്ര നമ്മൾ ചെയ്യും. അതായത് സിയോൻ സഞ്ചാരിയായ നാം യേശുവെ നോക്കി യാത്ര ചെയ്യും. ഞാൻ ക്രൂശെ നോക്കി, കുരിശിന്റെ പാതയിൽ നമ്മൾ യാത്ര ചെയ്യണം.
Then David is asking, and we also should seek from our God is God's right hand. We must hold on to his hand during our dark times or all the time. In fact, God should hold our hand to be firm, to be secure. സോ നമ്മളുടെ ജീവിതത്തിൽ കൂരിരുളിൽ താഴ്വരയിൽ കൂടി നടക്കുന്ന അനുഭവം വരുമ്പോൾ കർത്താവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് നമ്മൾ അതിലെ നടക്കണം. അവന്റെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് വെളിച്ചവുമായിരിക്കും. എന്നിട്ട് ഈ കർത്താവിൻ്റെ കൈകളിൽ നമ്മൾ പിടിച്ചു നടക്കുമ്പോൾ ഉള്ള പ്രയോജനം, എൻ പ്രിയൻ വരംകാലത്താൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ മഹത്വത്തിൽ. അതുകൊണ്ട് ഞാൻ വീഴുകയില്ല. പ്രിയ സഹോദരരെ, that is what we need to do with the God's hand in our life. 4 things David wants from God and for us from God is, we must learn to hide in God. അത്യുന്നതന്റെ മറവിൽ വസിച്ച് സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. തൻ്റെ ചെറുവിൻ്റെ തൂവലിൻ്റെ നിഴലിൽ നാം പാർത്തുകൊണ്ട് അവന്റെ ആ ചിറകിൻ്റെ ഉള്ളിൽ നമ്മൾ അഭയം പ്രാപിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിന്റെ കാര്യമായാലും ക്ഷീണവും പ്രയാസവും വിഷമവും ആകുമ്പോൾ ആ കൈകളിൽ നമ്മൾ സുരക്ഷിതരാകും. ആ കൈകളിൽ നമ്മളെ താങ്ങിക്കൊള്ളും. As we learn in the footprints we used to read. And the 5th thing is, we must, along with David, we must seek God's face, which we have already discussed before. So when we pray like this, we have to spend time with our God, so the prayer become a conversation. So it is a direct talking. ഇത് അരക്കകത്ത് കയറി കർത്താവ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. When we do that, ദൈവം പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറായിരിക്കണം. നമ്മളെ പറയണം, speak, O Lord, thy servant heareth. So here David is seeking God's protection in verse 10 to 12 from his enemies. He is saying that his enemies are heartless and ruthless. They want to tear him apart like a lion tearing his prey. So, dear friends, when we pray, as Paul advises in Romans 10:10, nammal believe it in our heart that God has raised Jesus from dead, and he's seated on the throne, so that we who die in Christ will rise with him as the afterfruit and be with him. And then this thing, we must confess it with our mouth like Thomas did. എൻ്റെ ദൈവവും എൻ്റെ കർത്താവും. നമ്മളത് കർത്താവേ, മൈ ലോഡ് എന്ന് വാ കൊണ്ട് പറയണം. Because the Lord is the master and we are willing to obey his command. So to be a prayer warrior, we must first of all, we need to learn to worship our Lord God. That is the start of the prayer. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നിരുനാമം മഹത്വീകരിച്ചുകൊണ്ട് വാഴ്ത്തപ്പെട്ടമാറാകട്ടെ. Our Father who art in heaven, hallowed be thy name. അത് നമ്മളെ മഹത്വീകരിക്കണം. ആ കാരണം എന്തുകൊണ്ട് മഹത്വീകരിക്കണം? Because who God is.
He is a faithful God, and he lives in heaven, and he is holy. നമ്മളെ പരിശുദ്ധമാക്കാൻ പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധത കൂട്ടാൻ വേണ്ടിയല്ല, but he is an everlasting God, Alpha and Omega. അവൻ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും സർവഗ്രാഹിയുമായ ഒരു ദൈവമാണ്. ആ സർവഗ്രാഹിയായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പരിശുദ്ധതയെ നമ്മൾ ആദ്യം സ്തുതിക്കണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഈ പരിശുദ്ധനായ ദൈവം ഈ ഐശയ കണ്ടതുപോലെ, ഐശയ 6 കണ്ടതുപോലെ, he is sitting in splendor on his throne. അപ്പോൾ നമ്മുടെ ആദരം, നമ്മുടെ വായെ ശുദ്ധമുള്ള വായി കൊണ്ട് വേണം, ശുദ്ധമുള്ള ഹൃദയം കൊണ്ട് നമ്മൾ ആ ദൈവത്തെ പരിശുദ്ധതയെ പാലിക്കണം. Because God said, because I am holy, you must be holy. ഞാൻ വിശുദ്ധരാകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുവിൻ. അപ്പോൾ നമ്മളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് വേണം ഈ പരിശുദ്ധതയെ നമ്മൾ പ്രഖ്യാപിക്കാൻ. Then we must seek his kingdom to come in earth. ഏത് എർത്തിൽ വരുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ഈ മൺകൂടാരത്തിൽ, ഈ എർത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിന്റെ രാജ്യം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. So after worshiping God in this way, ഈ ആരാധന കഴിഞ്ഞിട്ട് we must learn to praise and thanksgiving കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. 100-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, we should sing to the Lord with joyful exuberant shout, because Jesus asked us to take his message to his gospel to the ends of the world, so that the whole world will one day sing and praise our Lord. So further, we must serve our God with a joyful heart in gladness. We will receive the strength to serve God, because the joy of the Lord is our strength. Not only in gladness we must serve him, we must do it willingly. പൂർണ്ണ ഹൃദയത്തോടെ അവനെ serve ചെയ്യണം. And we must serve him, only him, exclusively. അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അവനെ മാത്രം നമ്മൾ serve ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കി നമ്മൾ പിറുപിറുത്തുകൊണ്ട് ഈ മുടിയംപുത്രന്റെ ജ്യേഷ്ഠ സഹോദരൻ ചെയ്തതുപോലെ ആരാധിക്കാൻ പാടില്ല. Further, we must submit to God wholeheartedly, willing to obey him, because he who has made us, and we are sheep of his pastures, so we belong to our God. So further, we must serve and submit to God sacrificially. We need, as Paul advises in Romans 12:1, surrender to him as a living sacrifice. As David said in Psalm 51 after the Bathsheba affair, a broken spirit and a contrite heart God will not despise. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം നിരസിക്കുകയില്ല. Further, we should worship God sacrificially, giving our 3 T's,
our talent, our time, and our treasure for God's purpose and God's people, so that they enjoy God's presence and His love and start worshiping God joyfully and thank and praise it. So if we prepare to worship God in this way, then we can enter His gate with thanksgiving in our heart and enter His court with praise. Why we need to do it? Because our God is good, His mercy and grace is everlasting, His faithfulness and truth endures to all generations. So finally, as we come into David, verse 9 in Psalm 17, his sin doesn't warrant the present trouble. So in our life, during our life, we may sin, maybe because of our trials or because of our suffering. We may sin or go away from God. There is a possibility. But Paul advises it in Romans 5 is, when we rejoice in the glory of God, we should also rejoice in our suffering, because our suffering will give us perseverance, and perseverance will produce character, and character will give us hope. And this hope is real because God has poured His love into our heart through the Holy Spirit. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. So when we are troubled, ultimately we must take Peter's advice in 1 Peter chapter 1, 6-9. We should rejoice when we are burdened with suffering in our life, in our trials, in our life. We should stay faithful to God, who is faithful us, and the genuineness of our faith is more precious than gold that perishes. So our faith, Peter says, will be tested at the coming of our Lord Jesus Christ, which Paul also warns us in 1 Corinthians 3:15. So when we test that our praises, honor, and glory, if he find that if we have given it only to God and God and God alone, and not to proclaim our greatness, then that will stand the test of the fire. So in this life, we are not able to see Jesus in flesh now, but believing in Him in faith, we can see Him, and this will give us a joy that we cannot express as we receive the continual flow of His grace that rises from a well of living water that never dries. Then we enjoy the full glory of God in our life as we walk by faith and not by sight. Thereby we will receive നമ്മൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് നമ്മൾക്ക് ലഭിക്കും, the assurance of salvation of our soul. So dear friends, we started with salvation and ending with salvation during the coming year. അങ്ങനെ ഈ പുതുവത്സരത്തിൽ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ കൃപയാൽ പ്രത്യാശയുള്ള ജീവിതം നമുക്ക് പാടിക്കൊണ്ട് തുടരാം. യേശു ജീവിക്കുന്നതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമോ എനിക്കെല്ലാം എൻ്റെ
സ്തോത്രം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു, അവൻ എന്നിൽ എന്നേക്കും ജീവിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. May God bless us all. Amen.